വളരെ കുറച്ചാളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു നിശബ്ദതയുണ്ട്. ബഹിരാകാശത്തുള്ള നിശബ്ദത. ആ നിശബ്ദത അനുഭവിച്ചവർ പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന്. 2026 ഏപ്രിൽ 4-ന് ബഹിരാകാശ യാത്രികർ ആ നിശബ്ദതയിലേക്ക് യാത്ര തിരിച്ചു. ഇതുവരെ മനുഷ്യർ ആരും പോകാത്തത്ര ദൂരത്തേക്ക് അവർ പോയി. അതിനകത്ത് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഓറിയോൺ പേടകത്തിനുള്ളിൽ ഒരു സാധനം രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബഹിരാകാശത്തേക്ക് പോയ ആ 4 പേരിൽ ഒരാൾ താൻ കൊണ്ടുപോയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിളും വെച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് വിക്ടർ ഗ്ലോവർ. അദ്ദേഹമാണ് ആർടെമിസ് 2 എന്ന മിഷന്റെ പൈലറ്റ്. അദ്ദേഹം ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്, അതുപോലെ തന്നെ നല്ല ദൈവവിശ്വാസിയുമാണ്. ഗ്ലോവർ ഒരു ക്രിസ്ത്യാനിയാണ്. ഈ പേടകത്തിന്റെ വിക്ഷേപണത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു. ആ പത്രസമ്മേളനത്തിൽ പ്രശസ്തിയെക്കുറിച്ചോ വിജയത്തെക്കുറിച്ചോ അദ്ദേഹം സംസാരിച്ചില്ല. പകരം ഞങ്ങളുടെ സംഘത്തിന് വേണ്ടിയും ലോകമെമ്പാടും നിന്നും ഞങ്ങളെ സഹായിക്കുന്ന ടീമിന് വേണ്ടിയും പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൗത്യം തുടങ്ങാൻ പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കാത്തിരിപ്പിന്റെയും വിശ്വാസത്തിന്റെയും ദൗത്യമാണ് ഇത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചന്ദ്രനിലേക്കുള്ള ആ യാത്രയിൽ ബൈബിളും കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചത്. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു, നല്ല പരിചയമുള്ള ഈ ലോകത്ത് നിന്ന് 4 ലക്ഷം കിലോമീറ്ററിനും കൂടുതൽ ദൂരമുള്ള ഈ യാത്രയിൽ വെറും സാങ്കേതിക വിദ്യ മാത്രം പോരാ, വിശ്വാസം കൂടി വേണം എന്ന്. എന്തിനേയും നേരിടാനുള്ള വിശ്വാസം. പ്രപഞ്ചത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് പോലും ദൈവം കൂടെയുണ്ടെന്ന് ഓർമ്മിക്കാനുള്ള വിശ്വാസം. ചന്ദ്രന്റെ അടുത്തെത്തിയ സമയത്ത് ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്ന ചില വാക്കുകൾ ഈ ഗ്ലോവർ പറയാൻ പോകുന്നുവെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആർടെമിസ് 2 മിഷനിൽ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, ജെർമി ഹാൻസൺ എന്നീ 4 പേരാണ് ഉണ്ടായിരുന്നത്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അസാധാരണമായ ഒരു യാത്രയ്ക്കായി വർഷങ്ങളോളം അവർ തയ്യാറെടുപ്പുകൾ നടത്തി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അപ്പോളോ 11 വെച്ച റെക്കോർഡ് പോലും അവർ തകർത്തു. ഇന്നുവരെ ഒരു മനുഷ്യനും പോകാത്ത അത്ര ദൂരത്തേക്ക് ഓറിയോൺ പേടകം അവരെയും വഹിച്ചുകൊണ്ടുപോയി. ദിവസങ്ങളോളം ഈ 4 പേരും നമ്മൾ ആരും ഇന്നുവരെ അറിയാത്ത ഒരു നിശബ്ദതയിൽ അങ്ങനെ ഒഴുകി നടന്നു. ഈ യാത്രക്കിടയിൽ വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഭൂമിയെ കാണുന്ന ഒരു മനുഷ്യന് വരുന്ന ചിന്ത എന്തായിരിക്കും? തനിക്ക് അറിയാവുന്നതും താൻ സ്നേഹിച്ച കാര്യങ്ങളും 800 കോടി ജനവും എല്ലാം ആ കാണുന്ന ഒരു ചെറിയ ബോൾ രൂപത്തിനകത്താണ് എന്ന് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലെ വികാരം? ബഹിരാകാശത്ത് യാത്ര ചെയ്തിട്ടുള്ള പല യാത്രികരും ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഏകദേശം ഒരേ കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു നിമിഷത്തേക്ക് നാം ദൈവത്തിന്റെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണുന്നത് പോലെയാണ് ഈ ഒരു അനുഭവം എന്നാണ്. ആർടെമിസ് 2-ലെ യാത്രികരും ഇതുപോലെ തന്നെയാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് നമ്മുടെ ഈ ലോകത്തെ നോക്കിയ സമയത്ത് ഒരു പ്രത്യേക കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഓർക്കുക, ഇതിനു മുമ്പും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1968-ലെ ക്രിസ്മസ് ദിവസം അപ്പോളോ 8 മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രനെ വലം വെച്ചു. അന്ന് രാത്രി ആ ബഹിരാകാശത്ത് നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കാൻ പാകത്തിന് അവർ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വാക്യങ്ങൾ വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. ഇതുവരെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. അത് കേട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞുപോയി. ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്നിട്ട് പോലും മനുഷ്യർ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് കൃത്യം ഒരു വർഷത്തിനു ശേഷം 1969-ൽ ബസ് ആൽഡ്രിൻ അപ്പോളോ 11-ൽ യാത്ര ചെയ്ത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങി. ചന്ദ്രനിൽ ആദ്യമായി കാല് വയ്ക്കുന്നതിന് മുമ്പ്, ക്യാമറകളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം രഹസ്യമായി ഒരു കാര്യം ചെയ്തു. അദ്ദേഹം അപ്പവും വീഞ്ഞും പുറത്തെടുത്ത് കുർബാന സ്വീകരിച്ചു. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശുവിന്റെ വാക്കുകൾ അദ്ദേഹം മനസ്സിൽ വായിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു എന്ന്. നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബൈബിൾ ഉറക്കെ വായിക്കാൻ പാടില്ല എന്ന് നാസ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹൃദയത്തിൽ പറഞ്ഞു. ചന്ദ്രനിൽ വെച്ച് ആദ്യമായി കഴിച്ച ഭക്ഷണവും കുടിച്ച പാനീയവും യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായിരുന്നു. 2 വർഷത്തിനു ശേഷം അപ്പോളോ 14 മിഷനിൽ മൈക്രോഫിലിമിലാക്കിയ 300 ബൈബിളുകൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി. അതിൽ 100 എണ്ണം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറക്കി. അപ്പോളോ പ്രെയർ ലീഗാണ് അത് തയ്യാറാക്കിയത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന മർക്കോസിന്റെ സുവിശേഷ വാക്യമാണ് അവർക്കിതിന് പ്രചോദനമായത്. അതിനുശേഷം അപ്പോളോ 15 ദൗത്യത്തിൽ ജെയിംസ് ഇർവിൻ എന്ന ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിലെ പർവ്വതങ്ങളുടെ മുകളിലൂടെ പോകുന്ന സമയത്ത് ആഴത്തിലുള്ളൊരു ആത്മീയ അനുഭവം ഉണ്ടായി. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ദൈവം ജീവിക്കുന്നുണ്ട്, അത് ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും എന്ന്. അതിനുശേഷം അദ്ദേഹം നാസ ഏജൻസിയിൽ നിന്ന് ഇറങ്ങി ഒരു സുവിശേഷകനായി. പക്ഷേ ആർടെമിസ് 2-ൽ നടന്നത് ഇതിനേക്കാളുമൊക്കെ ഹൃദയസ്പർശിയായ കാര്യമാണ്. ഈ പ്രാവശ്യം നേരത്തെ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കി വായിക്കുകയല്ല ചെയ്തത്. ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വന്നതായിരുന്നു. ആ യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രന്റെ ചക്രവാളത്തിൽ നിന്ന് പതുക്കെ ഉയർന്നു വരുന്ന ഭൂമി,
ഇരുട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നീല രത്നം പോലെയായിരുന്നു അത്. വളരെ കുറച്ചു മനുഷ്യർക്ക് മാത്രം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു കാഴ്ചയാണത്. മുമ്പൊരിക്കലും ഇത്ര വ്യക്തമായി കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഗർത്തങ്ങളും രൂപങ്ങളും നിറഞ്ഞ ചന്ദ്രന്റെ മറുഭാഗം അവർ കണ്ടു. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചം എത്ര സുന്ദരമായ ഒന്നാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളായിരുന്നു അത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ കണ്ട കാഴ്ചകൾ മാത്രമല്ല, ആ കാഴ്ചകൾ അവരുടെ ഉള്ളിലുണ്ടാക്കിയ മാറ്റങ്ങളാണ്. കാരണം ആ യാത്രക്കിടയിൽ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഒന്ന് സംസാരിക്കാൻ അവർ സമയം ചോദിച്ചു. അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ദിവസവും സാധാരണമല്ല. അത് ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, മരണത്തിന്മേൽ ജീവൻ പ്രഖ്യാപിച്ച ദിവസം, നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന ദിവസമാണത്. ആ ദിവസം ബഹിരാകാശത്ത് നിന്ന് ഇവിടെ ഭൂമിയിലിരുന്ന് ലൈവ് കേൾക്കുന്നവരോട് സംസാരിക്കാൻ അവർ സമയം ചോദിച്ചു. അത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ല. ഈ സൃഷ്ടികളെ കണ്ടതിനു ശേഷം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ അവർ പറഞ്ഞു. ബൈബിൾ കൊണ്ടുപോയ ആ ബഹിരാകാശ യാത്രികനായ വിക്ടർ ഗ്ലോവർ മൈക്ക് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത്തരം ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഭൂമിയിൽ നിന്ന് ഇത്രയും അകലെ സൃഷ്ടിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം, എനിക്ക് ഇവിടെ നിന്ന് ഭൂമിയെ ഒരു ചെറിയ ജനാല വഴി കാണാൻ പറ്റും എന്നതാണ്. സൃഷ്ടിയുടെ സൗന്ദര്യം, അതാണ് അദ്ദേഹം കണ്ടത്. അതാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അതാണ് അദ്ദേഹം മുഴുവൻ ലോകത്തോടും പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത്. മനുഷ്യരുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾക്ക് നടുവിലിരുന്ന് അത്രയും അകലെ നിന്ന് അദ്ദേഹത്തിന് 1000 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. സൃഷ്ടാവിന്റെ കരവിരുതിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. മാത്രമല്ല, എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഏകദേശം ചന്ദ്രനോട് ഏറ്റവും അടുത്തെത്താറായപ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ ആ കൽപ്പനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. കാണാൻ പറ്റുന്ന അതിർത്തികളോ വിഭജനങ്ങളോ മതിലുകളോ പാതകളോ ഇല്ലാത്ത ഭൂമിയെ മൊത്തത്തിൽ നോക്കി യേശു നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഈ തലമുറയെ ഓർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അത്രയും അകലെ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തന്നെ സ്പർശിക്കുന്നുണ്ട്. കാരണം ഇവിടെ നാം മറന്നുപോകുന്ന ചില കാര്യങ്ങൾ, അതായത് സ്നേഹിക്കണമെന്നതും ക്ഷമിക്കണമെന്നതും മുകളിലെത്തുമ്പോൾ വ്യക്തമായി വളരെ വേദനയോടെ കാണാൻ പറ്റും എന്ന്. നാം എല്ലാവരും ഒരൊറ്റ കുടുംബമാണ് എന്നും നാം ഒരൊറ്റ വീട്ടിലാണ് താമസിക്കുന്നത് എന്നും നാം നമുക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തിരിക്കുന്ന അതിർത്തികൾ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നും പരസ്പരം സ്നേഹിക്കാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം വെറുമൊരു ഉപദേശം മാത്രമല്ല എന്നും അദ്ദേഹം പറയുന്നു. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കി ഒരു മനുഷ്യൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമ്മിൽ സ്നേഹിക്കുക എന്ന്. ബഹിരാകാശ യാത്രികനായ ജെർമി ഹാൻസും ഈ ഈസ്റ്റർ സന്ദേശത്തിൽ ഒരു ആത്മീയ ചിന്ത പങ്കുവച്ചു. യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകം മുഴുവനുമുള്ള സ്നേഹത്തിന്റെ ആഹ്വാനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ഈ ദൗത്യം സാങ്കേതിക വിദ്യയിലെ ഒരു കുതിച്ചുചാട്ടം മാത്രമല്ലെന്നും മറിച്ച് നാം ആരാണ് എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ തൊട്ടുണർത്തുന്ന ഒന്നാണ് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അവരുടെ യാത്രക്കിടയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങൾ അവർ പകർത്തി. ഇരുട്ടിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു നീല രത്നം പോലെ ചന്ദ്രന്റെ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഭൂമി. ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബഹിരാകാശ യാത്രികർ അനുഭവിച്ചതും അവരുടെ മനസ്സിൽ തോന്നിയതുമായ കാര്യങ്ങളെല്ലാം പണ്ടേ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ട്. ഗ്ലോവർ സൃഷ്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനങ്ങൾ 19-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് എഴുതിയതിനോട് ചേർത്ത് വായിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നു. ആകാശവിധാനം അവിടുത്തെ കരവിരുത് വിളംബരം ചെയ്യുന്നു. ദാവീദ് രാജാവിന് ടെലസ്കോപ്പുകളോ ബഹിരാകാശ പേടകങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം രാത്രി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഓറിയൻ പേടകത്തിന്റെ ജനാലയിലൂടെ ഗ്ലോവർ കണ്ട അതേ സത്യം തന്നെയാണ് ദാവീദ് മനസ്സിലാക്കിയത്. സൃഷ്ടികൾ സംസാരിക്കുന്നുണ്ട് എന്നും ഈ പ്രപഞ്ചം മുഴുവൻ അതിന്റെ സൃഷ്ടാവിന്റെ മഹത്വം ഭയഭക്തിയോടെ വിളിച്ചു പറയുന്നുണ്ട് എന്നും. ദാവീദും ഈ ഗ്ലോവറും തമ്മിൽ 3000 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. എന്നിട്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ശേഷം ദാവീദ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ബഹിരാകാശത്തിന്റെ അനന്തമായ ഇരുട്ടിൽ നമ്മുടെ ഭൂമി വളരെ ചെറുതായി തനിച്ച് ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ കാര്യം. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: അവിടുത്തെ വിരലുകളുടെ പണിയായ ആകാശം, അങ്ങ് സ്ഥാപിച്ച ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവ നോക്കുമ്പോൾ അവിടുത്തെ പരിഗണനയിൽ വരാൻ മാത്രം മാനവവംശം എന്തുള്ളൂ. അങ്ങയുടെ കരുതൽ ലഭിക്കാൻ മനുഷ്യപുത്രൻ എന്തുമാത്രം. വളരെ ലളിതമാണ്, എന്നാൽ വലിയൊരു ചോദ്യവുമാണിത്. ശരിക്കും നാം ആരാണ്? നക്ഷത്രങ്ങളെയും താരാപഥങ്ങളെയും സൃഷ്ടിക്കുന്ന ദൈവം ഇത്രയും ചെറിയൊരു ആയുസ്സുള്ള, ഇത്രയും ദുർബലമായ ഒരു ഗ്രഹത്തിലുള്ള മനുഷ്യരുടെ മേൽ തന്റെ ദൃഷ്ടി വയ്ക്കാനുള്ള കാര്യം എന്താണ്? ബൈബിൾ തന്നെ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. അവിടുന്ന് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മെ അറിയുന്നുണ്ട്, അവിടുന്ന് നമ്മെ ഓർക്കുന്നുണ്ട്, അവിടുന്ന് നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും ഇനി ജനിക്കാൻ പോകുന്നതുമായ എല്ലാവരെയും ദൈവം തന്റെ കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്തതാണ്. പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവം നമ്മൾ ഓരോരുത്തരെയും തന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സത്യം. അനന്തമായി അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു വലിയ ദൈവം. അർടെമിസ് 2 ദൗത്യം വെറുമൊരു ശാസ്ത്രീയ നേട്ടം മാത്രമല്ല, അത് മനുഷ്യന്റെ വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും കൂടി യാത്രയാണ്. ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് മൈലുകൾ അകലെ ആ വലിയ ശൂന്യതയിലും നിശബ്ദതയിലും വിക്ടർ ഗ്ലോവറും സംഘവും നമ്മെ ഓർമ്മിപ്പിച്ചത് ലോകത്തിന് എക്കാലവും ആവശ്യമുള്ള ഒരു വലിയ സത്യമാണ്. ദൈവത്തെ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.